ഹലോ, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്കറിയാം 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയ ലോസ് ഓഫ് മോഷൻ, അതിലത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ അധികം ഒന്നും പറയണില്ല, നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എ ബോഡി ഓഫ് മാസ് 5 kg, ഒരു ബോഡി ഉണ്ട്, അതിന്റെ മാസ് എത്രയാണ്? 5 കിലോഗ്രാം ആണ്. ഓക്കെ, ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 144 km/h. ഓക്കെ, ഈ 5 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവൽ ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? 144 km/h ആണ്. ഓക്കെ, ആ ബോഡി എന്ത് ചെയ്യാണ്? കം ടു റെസ്റ്റ് ഇൻ 4 സെക്കൻഡ്. 4 സെക്കൻഡ് കഴിയുമ്പോൾ ആ ബോഡി എന്ത് ചെയ്യാണ്? റെസ്റ്റിലോട്ട് വരെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സാധനം മനസ്സിലായി, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി. ഓക്കെ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി എന്താ ചെയ്യണേ? കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 സെക്കൻഡ് കഴിയുമ്പോൾ റെസ്റ്റിലോട്ട് വരെയാണ്. ഓക്കെ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ഇറ്റ്സ് ഇനീഷ്യൽ മൊമെന്റം, ഫൈനൽ മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഇനീഷ്യല്, ഫൈനല്, ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? നമ്മുടെ അടുത്ത് മൊമെന്റംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. അപ്പൊ ആദ്യം തന്നെ ചോദിക്കാണ്, എന്താണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ? നമ്മ പഠിച്ചിട്ടുണ്ട് എന്താണ്? പി ഈക്വൽ ടു എം വി ആണ്. അതിൽ പി എന്താ? പി എന്ന് പറഞ്ഞാൽ മൊമെന്റം. ഓക്കെ, പി ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അതിനി ഇനീഷ്യൽ മൊമെന്റത്തിന്റെ കേസിലോട്ട് വരുമ്പോ, ഓക്കെ, അതിന് മുമ്പായിട്ടൊരു കാര്യം ചെയ്യാനില്ല. എന്തിട്ടാണ്? ക്വസ്റ്റ്യൻസ് തന്നതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എടുത്തേതണം, എന്നാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടാവുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നതൊക്കെ ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോണ്? എടുത്തേതാൻ പോണ്. ആദ്യം തന്നെ മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, മാസ് എത്ര തന്നിക്കണേ? 5 kg ആണ്. മാസിന്റെ യൂണിറ്റ് എന്താ? ഗ്രാമാണ്. അപ്പൊ കെ ജി ഞാൻ എന്ത് ചെയ്യണം? ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 1000 ചെയ്താൽ മതി. അപ്പൊ 5 kg ഇൻറ്റു 1000 വരുമ്പോൾ എത്ര വരും? 5000 ഗ്രാം വരും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇത് ഇനീഷ്യൽ ആണോ ഫൈനൽ ആണോ? നല്ല ചോദിക്കുക, ഇനീഷ്യൽ വെലോസിറ്റി ആണോ ഫൈനൽ വെലോസിറ്റി ആണോ? ഇനീഷ്യൽ വെലോസിറ്റി ആണല്ലേ. കാരണം എന്താ? തുടക്കത്തിലുള്ള വെലോസിറ്റി ആണ് എന്ത്? ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ റെസ്റ്റിലോട്ട് വരെയാണ്. അപ്പൊ തുടക്കത്തിൽ മൂവിങ് ആണ്. മൂവ് ചെയ്യണ വെലോസിറ്റി എത്രയാണ്? 144 km/h. ഓക്കെ, വെലോസിറ്റിയുടെ യൂണിറ്റ് തന്നിട്ടല്ല, എത്രയാണ്? km/h ആണ്. അതിനെ എനിക്ക് എന്താക്കണം? m/s ആക്കണം. ഓക്കെ, അപ്പൊ ഈ km/h m/s ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഓക്കെ, എത്ര ചെയ്താൽ മതി? 5/18. ഓക്കെ, ഇല്ലേ ഇതില് 18ഉം 144 എത്ര പോവും? ഇത് പ്രാവശ്യം, ഇവിടെ 8 പ്രാവശ്യം. 8 × 5 വരുമ്പോ 40 m/s കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വെലോസിറ്റി കിട്ടിയല്ല. എത്ര കിട്ടി? വെലോസിറ്റി 40 m/s കിട്ടി. ഇത് ഇനീഷ്യൽ വെലോസിറ്റി ആണ് ട്ടാ. ഫൈനൽ വെലോസിറ്റി എന്താ? 0. കാരണം അത് റെസ്റ്റിലോട്ട് വരുമ്പോ അതിന് വെലോസിറ്റി ഉണ്ടാ? കാരണം അത് നിൽക്കണം, റെസ്റ്റിൽ വെലോസിറ്റി ഇല്ല. കാരണം മൂവ് ചെയ്യാത്തൊരു ഒബ്ജക്റ്റിന് എന്തുണ്ടാവില്ല? വെലോസിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരേ ഇക്വേഷൻ എഴുതിയാലോ? ഇനീഷ്യൽ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താ? പി ഈക്വൽ ടു മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ മൊമെന്റം കാണാനുള്ളത് പി ഈക്വൽ ടു മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ മൊമെന്റത്തിൽ നിന്ന് ഇനീഷ്യൽ മൊമെന്റം കുറക്കണാണ് എന്ത്? ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ അങ്ങനെയാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞേ, എം വി മൈനസ് എം യു ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ മൊമെന്റത്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കിട്ടും. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റത്തിനെ എന്താ ചെയ്യാൻ പോണേ? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോണു. ഓക്കെ, നമുക്ക് ടൈം വന്നിട്ടല്ലോ ഇവിടെ എത്രയാണ്? 4 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇനീഷ്യൽ മൊമെന്റ് ആണ് കാണാൻ പോണത്. ഇനീഷ്യൽ മൊമെന്റ് മാസ് 5000 ഗ്രാമും വെലോസിറ്റി എത്രയാ? 40 m/s ആണ്. അപ്പൊ 5000 ഇൻറ്റു 40 ആണ് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പൊ 5000 ഇൻറ്റു 40 നമുക്ക് എത്ര കിട്ടും? 2 lakh കിട്ടും. എത്രയാണ് കിട്ടുക? 2 lakh. ഓക്കെ അല്ലേ?
മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അതും കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാ, എഴുതി വെക്കാം കേട്ടോ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി ഫൈനൽ മൊമെന്റം. ഓക്കെ, ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അപ്പൊ മാസ് ഇൻറ്റു 0 വരുമ്പോ എത്ര വരും? 0 തന്നെ വരും കേട്ടോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ചേഞ്ച് ഇൻ മൊമെന്റം. 0 ഞാൻ എന്താണ് ഓർക്കേണ്ടത്? 2 ലാക്കാണ് ഓർക്കേണ്ടത്. കാരണം ഓക്കെ, ഫൈനൽ മൊമെന്റത്തിൽ നിന്ന് എന്ത് കുറക്കണം? ഇനീഷ്യൽ മൊമെന്റം കുറക്കണം. ഫൈനൽ മൊമെന്റ് എത്രയാ? 0 ആണ്. ഇനീഷ്യൽ മൊമെന്റോ 2 ലാക്ക് ആണ്. അപ്പൊ എത്ര വരും? -2 ലാക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആട്ടോ മക്കളെ. ഓക്കെ, നമുക്കപ്പൊ എന്ത് കിട്ടി? ചേഞ്ച് ഇൻ മൊമെന്റവും കിട്ടി. ഇനി ലാസ്റ്റ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അതിനെന്താ? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് എന്ത് ചെയ്താൽ മതി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കിട്ടും. ഓക്കെ, നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടിയാൽ എത്രയാണ്? -2 ലാക്ക് ആണ്. ഓക്കെ, ഇനി അതിന് എന്ത് ചെയ്താൽ മതി? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടൈം എത്രയാ? 4 ആണ്. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കാണാൻ വേണ്ടിയിട്ട് ഇതിന് എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര വരും? -50,000 വരും. ഓക്കെ, യൂണിറ്റ് ചെയ്താൽ മാർക്ക് ചെയ്ത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ഓക്കെ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇനീഷ്യൽ മൊമെന്റം കിട്ടി, ഫൈനൽ മൊമെന്റം കിട്ടി, ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റവും കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എ ഹോക്കി ബോൾ ഓഫ് മാസ് 200 ഗ്രാം. ഒരു ഹോക്കി ബോൾ ഉണ്ട്, അതിന്റെ മാസ് എത്രയാണ് മക്കളെ? 200 ഗ്രാം ആണ്. ഓക്കെ, ഇറ്റ്സ് എ ഹോക്കി സ്റ്റിക്ക്. അതെന്ത് ചെയ്യാണ്? ഒരു ഹോക്കി സ്റ്റിക്ക് ഇടിക്കാണ്. ഓക്കെ, ഹിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇടിക്കുക. നമ്മ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തല്ലെന്നൊക്കെ പറയൂലേ, അടിച്ച് പറത്തല്ലേ ഹോക്കി ബോൾ. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ്സ് ഹോക്കി സ്റ്റിക്ക് വിത്ത് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡിലാണ് എന്ത് ചെയ്യണ? ആ ബോൾ വന്ന് ആ സ്റ്റിക്കുമ്മ ഇടിക്കണത്. ഓക്കെ അല്ലേ? ആ ബോൾ എന്താ ചെയ്യണേ? ആ സ്റ്റിക്കുമ്മ ഇടിക്കണ സ്പീഡ് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ഇത് കിട്ടിയ എത്രയാണ്? u=20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ആൻഡ് റിട്ടേൺസ് വിത്ത് ദ സെയിം സ്പീഡ്. ഓക്കെ, സെയിം സ്പീഡിൽ എന്ത് ചെയ്യാണ്? അത് തിരിച്ചു പോവാണ്. അതുപോലെ തന്നെ സെയിം പാത്തിലൂടെ തന്നെയാണ് എന്ത് ചെയ്യണ? തിരിച്ചു പോണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതിയിടാം. എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഇക്വേഷൻ? mv മൈനസ് mu. കാരണം നമ്മൾ നേരത്തെ ചെയ്താണ്, അറിയാം. ഓക്കെ, നമുക്ക് ഇവിടുത്തെ മാസ് അറിയാം അല്ലെ? 200 ഗ്രാം ആണ്. വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഫൈനൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കുമോ? കാരണം സെയിം സ്പീഡിലാണ് തിരിച്ചു പോയെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോ സെയിം ആയിരിക്കുമോ? ആയിരിക്കൂല അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ബോള് ഇവിടെ നിന്ന് ഇവിടേക്ക് പോവുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു ബാറ്റ് വെച്ച് അടിക്കണം, അല്ലെങ്കിൽ ബാറ്റുമ്മ ഇടിക്കണം. പോകുമ്പോഴുള്ള വെലോസിറ്റി 200 മീറ്റർ പെർ സെക്കൻഡ്, 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇതിന്റെ മാസ് മാറോ? ഇല്ല, മാസ് മാറൂല. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോ അത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതും സെയിം സ്പീഡിലാണ്. അത് ഫൈനൽ വെലോസിറ്റി ആണ്. അതെങ്ങനെ നമുക്ക് കിട്ടും? അത് കിട്ടായിട്ടൊന്നുമില്ല, സെയിം സ്പീഡാന്ന് പറഞ്ഞു. പക്ഷെ എന്ത് മാത്രം അവിടെ മാറുന്നുള്ളൂ? ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. കാരണം അങ്ങോട്ട് പോണതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കും. വേറെ ഒന്നും ചെയ്യില്ല. എന്താ ചെയ്യണേ? ഒരു മൈനസ് ഇട്ട് കൊടുക്കും. അപ്പൊ v = -20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് വിയും കിട്ടിയല്ല. വി എത്രയാ? -20 മീറ്റർ പെർ സെക്കൻഡ്. ഈ മൈനസ് ഞാൻ കൊടുത്ത എന്തിനായിരുന്നു? ഓക്കെ, പോയതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് തിരിച്ചു വന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, പോയതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വന്നതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇനീഷ്യൽ മൊമെന്റം കിട്ടി, ഫൈനൽ മൊമെന്റവും കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ,
മാസ് 200 ഇൻറ്റു -20. അപ്പൊ എത്ര വരും? -2000 വരും കേട്ടാ. 2000 അല്ല, -4000. ഓക്കെ, എത്ര വരും? +4000 വരും. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി ചെയ്യുമ്പോൾ +4000 വരും. ഇനി ഈ കേസിൽ കൊടുക്കുക -4000 കേട്ടാ. ഓക്കെ, ഏതാണ് ഈ -4000? ഇതാണ്. ഓക്കെ, ഇതാണ് ഞാൻ ഇപ്പൊ കൊടുത്തത്. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഞാൻ ഇവിടെ ഇട്ട്. അത് കഴിഞ്ഞിട്ട് എംയുവിന്റെ വാല്യൂ എത്രയാ? +4000. ഇനി -4000 -4000 അപ്പൊ എത്ര വരും? മൈനസ് വരുമ്പോ പ്ലസ് ചെയ്യാട്ടാ. -8000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ലോഡഡ് ട്രക്ക്? ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞേക്കണേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നാണ് പറയണത്. ഓക്കെ, ഇവിടെ റേറ്റ് വന്നാൽ എന്താണ് അതിൽ ഉദ്ദേശിക്കണ? ആ ഒരു റേറ്റ് വന്നാൽ ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ ചേഞ്ച് ഇൻ മൊമെന്റം കാണാം. അവിടെ റേറ്റ് വന്നാൽ എന്ത് ചെയ്താൽ മതി? ആ ചേഞ്ച് ഇൻ മൊമെന്റത്തിനെ എന്ത് ചെയ്യണം? ഓക്കെ, ബൈ ടൈം ചെയ്യണം. അത് മറക്കരുത് കേട്ടാ. ഓക്കെ, ഇത് ഇവിടെ ആരുടെ ചേഞ്ച് ഇൻ മൊമെന്റ് കണ്ടേ? സോറി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് കണ്ടേ? ലോഡഡ് ട്രക്കിന്റെ. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് കാണാൻ ഇക്വേഷൻ ആദ്യം mv മൈനസ് mu ബൈ ടി. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടി ആണ്. ഇനി തന്നിരിക്കുന്നത് നോക്കിയാലോ, എത്ര തന്നിട്ടുണ്ട്? ട്രക്കിന്റെ മാസ് തന്നിട്ടുണ്ട് 10000 kg. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ഫ്രം 15 to 12 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 4 സെക്കൻഡ്. അപ്പൊ 4 സെക്കൻഡിൽ എന്താ സംഭവിച്ചത്? ആ ട്രക്കിന്റെ വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് എത്രയായി? 12 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഓക്കെ, അത് ഓക്കെ അല്ലേ? അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 15ഉം ഫൈനൽ വെലോസിറ്റി എത്രയാ? 12ഉം. അതുപോലെ തന്നെ ടൈം തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 4 ആണ്. അതൊന്ന് എഴുതി വെക്കാം. 12 ഫൈനൽ വെലോസിറ്റി. ഓക്കെ, ടൈം എന്നുണ്ടല്ലോ 4 സെക്കൻഡ്. ഇനി എന്താണ് നമുക്ക് കണ്ടത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ആണ് കണ്ടത്. അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെ കാണണം? ഫൈനൽ മൊമെന്റം കാണണം, ഇനീഷ്യൽ മൊമെന്റം കാണണം. ഓക്കെ, ടൈം നമുക്ക് അറിയാലോ. ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പോണ്? ഫൈനൽ മൊമെന്റം കണ്ടുപിടിക്കാൻ പോണ്. അപ്പൊ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ആണ്. ഓക്കെ അല്ലേ? മാസ് എത്രയാ? 10000 kg ആണ്. ഇവിടെ കിലോഗ്രാം ആണ്ട മക്കളെ. പക്ഷെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ ഗ്രാമിലോട്ട് ആക്കണെന്ന് വിചാരിക്കാം. 10000 × 1000 ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം എന്താവും? കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം കുറെ പൂജ്യമൊക്കെ വന്ന് നമുക്ക് തന്നെ എന്ത് ചെയ്യും? കുറച്ച് കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണില്ല? ഇപ്പൊ അതിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണില്ല. പക്ഷെ ഏറ്റവും അവസാനം ഞാൻ എന്ത് ചെയ്യും? അതിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇഫ് ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കുള്ളൂ? തെറ്റായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യരുത്? മറക്കരുത്. അപ്പൊ ഇനീഷ്യൽ മൊമെന്റ് എത്രയായിരിക്കും? സോറി, ഫൈനൽ മൊമെന്റ് എത്രയാ? മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എത്രയാ? 12 ആണ്. അപ്പൊ 10000 × 12 വരുമ്പോ എത്ര വരും? 12000 കേട്ടാ. ഓക്കെ, അതുപോലെ തന്നെ ഫൈനൽ ഇനീഷ്യൽ മൊമെന്റം കാണുമ്പോൾ എന്താ വരാ? മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 15 ആണ്. അപ്പൊ മാസ് എത്ര വരും? മാസ് 10000 തന്നെ. 10000 × 15 വരുമ്പോൾ 15000 വരും. ഓക്കെ, ഇനി ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര വരാ? ഓക്കെ, ഫൈനൽ മൊമെന്റം നമുക്കറിയാം എത്രയാണ്? 12000. ഓക്കെ, അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 15000 കുറയ്ക്കണം. അപ്പൊ എത്ര വരും മക്കളെ? 12000 മൈനസ് 15000. അപ്പൊ എത്ര വരാ? -3000. ഓക്കെ അല്ലേ? ഇനി അതിനെന്ത് ചെയ്താൽ മതി? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടൈം എത്രയാ? 4 ആണ്. എത്രയാണ്? 4. ഇനി ഇതിനെ 3000 ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? -750 വരും. ഓക്കെ, ഇതെത്രയാണ്? കിലോഗ്രാം ആണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ കിലോഗ്രാം ആണ്. ഇനി ഇതിനേക്ക് എന്ത് ചെയ്യണം? ഗ്രാമിലോട്ട്
കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിനെ 1000 കൊണ്ട് ഇൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 1000 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോ ഓക്കെ അല്ലേ? യൂണിറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടാ. അപ്പൊ ഈ ക്വസ്റ്റിന് ഓക്കെ ആയില്ലേ? മൂന്നാമത്തെ ക്വസ്റ്റിന് ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റിനോട്ട് അടക്കാം. എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവര് തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവര് 4 പേരും തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരാൾ എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, അപ്പൊ അവര് 3 പേരും തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്താന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവർ 2 പേരും തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്താ? അവർ 2 പേരും എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റികളാണ്. എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഫാക്ടർ കിട്ടി. എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇനി സ്കേലാർ ക്വാണ്ടിറ്റി ആരാന്ന് കണ്ടുപിടിച്ചാൽ മതി. അവരെടുത്ത് ചെയ്താ ഓക്കെ, ബാക്കി എല്ലാവരും എന്തായിരിക്കുള്ളൂ? വെക്ടർ ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇവൻ വെക്ടർ ആണ്, ഇവനും വെക്ടർ ആണ്, ഇവനും വെക്ടർ ആണ്. ഇവൻ മാത്രമുള്ളൂ എന്ത്? സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പിൽ ബിലോങ് അല്ലാത്ത, ഓക്കെ, ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത ആളെ കിട്ടിയില്ലേ? ആരാണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി കിട്ടി. അവൻ ആരാണ്? സ്പീഡാണ്. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് 500 ഗ്രാം. ഓക്കെ, ഒരു ബോഡി ഉണ്ട്, എന്റെ മാസ് എത്രയാണ്? 500 ഗ്രാം ആണ്. മൂവ് വിത്ത് എ വെലോസിറ്റി ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ്. അത് ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വെലോസിറ്റി എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓൺ അപ്ലൈയിങ് ഫോഴ്സ് ഫോർ 4 സെക്കൻഡ്, അല്ലെങ്കിൽ 4 സെക്കൻഡ് കേട്ടാ. ഫോഴ്സ് അപ്ലൈ ചെയ്യണം എത്ര സെക്കൻഡിന്? 4 സെക്കൻഡ്. അപ്പൊ 40 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. എത്ര സെക്കൻഡ് ആ ഫോഴ്സ് കൊടുത്തു? 4 സെക്കൻഡ് കൊടുത്തു. ഓക്കെ, അങ്ങനെ കൊടുത്തപ്പോ അവിടുത്തെ വെലോസിറ്റി എന്തായി? ചേഞ്ച് ആയി. എത്രയിലോട്ട്? 80ലോട്ട്. ആ 4 സെക്കൻഡ് ഫോഴ്സ് കൊടുത്തപ്പോഴത്തേനും ആ 40 എന്നുള്ളത് എന്തായി മക്കളെ? 80 ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറയണം. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഫോഴ്സ് അപ്ലൈഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ഫോഴ്സ് കണ്ടുപിടിക്കാൻ. ഒന്ന് ആലോചിക്കേ, ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട് അല്ലെ? മാസ് എത്ര തന്നിക്കണേ? 500 ഗ്രാം. ഇനി ആക്സിലറേഷൻ തന്നിട്ടുണ്ടോ? ആലോചിക്കുക, ആക്സിലറേഷൻ തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് അല്ലെ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി കുറച്ചിട്ട് അവിടുത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാലേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഫൈനൽ വെലോസിറ്റി, അവസാനത്തെ വെലോസിറ്റി എത്രയാ? 80 ആണ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി, തുടക്കത്തിലുള്ള വെലോസിറ്റി 40ഉം ടൈം എത്രയാ? 4ആണ്. 80 നിന്ന് 40 കുറച്ച് എത്ര വരും മക്കളെ? 40/4 വരും. അപ്പൊ അങ്ങനെ വരുമ്പോ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇട്ടാ. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ മാസ് എത്ര വരും? അപ്പൊ മാസ് ഇൻറ്റു 10 ചെയ്യുമ്പോ എത്ര വരും? ആലോചിച്ച് നോക്കിയേ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു 500 ഇൻറ്റു 10 വരും. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ മക്കളെ? ന്യൂട്ടൺ ആണ് കേട്ടാ. ഓക്കെ, കിട്ടിയില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഫിസിക്കൽ ടൈം എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കുക, ആക്സിലറേഷൻ കണ്ടുപിടിക്കുക, എഴുതാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എ പേഴ്സൺ ഓഫ് മാസ് 5 kg, സോറി 50 kg. ഒരു പേഴ്സൺ ഉണ്ട്, ആളുടെ kg എത്രയാണ്? സോറി, മാസ് എത്രയാണ്? 50 കിലോഗ്രാം ആണ്. റൺ വിത്ത് എ വെലോസിറ്റി ഓഫ് 8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഈ 50 കിലോഗ്രാം ഉള്ള വ്യക്തി എന്താണ് ചെയ്യണേ? ഓക്കെ, ആ പേഴ്സൺ എന്താണ് ചെയ്യണേ? ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വെലോസിറ്റിയിൽ. എത്ര വെലോസിറ്റി ആണ്? 8 മീറ്റർ പെർ സെക്കൻഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് മേക്സ് എ ലോങ് ജമ്പ്. അയാള് ഈ 8 മീറ്റർ പെർ സെക്കൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ, എന്താണ്? ഒരു ലോങ് ജമ്പ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ അനദർ പേഴ്സൺ ഓഫ് മാസ് 60 kg മേക്സ് ദ ജമ്പ് വിത്ത് എ വെലോസിറ്റി ഓഫ് 7 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ വേറൊരാളും ചാടിയാണ്. അയാളുടെ വെയിറ്റ് എത്രയാ? അല്ല, മാസ് എത്രയാണ്? 60 kg ആണ്. ഓക്കെ, എത്ര വെലോസിറ്റി ആണ്?
7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ മൊമെന്റം കമ്പയർ ചെയ്യാനാണ് പറയണത്. ഓക്കെ, കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ മൊമെന്റം കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അവരുടെ മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക, മൊമെന്റ് കണ്ടുപിടിക്കുക ഇക്വേഷൻ ഇപ്പൊ തന്നെ പറഞ്ഞല്ല, എന്തിട്ടായിരുന്നു, പി ഈക്വൽ ടു എം വി, എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്, പി ഈക്വൽ ടു എം വി ആണ്. അപ്പൊ ഇവിടുത്തെ മാസ് അറിയാ, ഫസ്റ്റ് ബേസിന്റെ ആണ് എഴുതാൻ പോണത്. മാസ് ഇൻറ്റു വെലോസിറ്റി പറയുമ്പോ 50 kg എന്താക്കണം, 50 kg ഗ്രാമിലോട്ട് ആക്കണം. അപ്പൊ 50 × 1000 വരും. ഓക്കെ, വെലോസിറ്റി എത്രയാന്നേക്കണേ, 8. അപ്പൊ 50,000 × 8 വരുമ്പോ എത്ര വരും, 8 × 5 ചെയ്യുമ്പോ എത്ര വരും, 40 വരും അല്ലേ. ഓക്കെ, ഓക്കെ അല്ലേ, 8 × 5 ചെയ്യുമ്പോ 40 വരും. ബാക്കി 4 പൂജ്യം ഉണ്ടാകും, 4 പൂജ്യം എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഫസ്റ്റത്തെ മൊമെന്റം കിട്ടി, ഫസ്റ്റ് ബേസിന്റെ മൊമെന്റം കിട്ടിട്ടാ. ഇനി രണ്ടാമത്തെ ആളുടെ. ഓക്കെ, രണ്ടാമത്തെ ആളുടെ മാസത്തിലാണ് 60 ആണ്. 60 കിലോഗ്രാമിന് എന്ത് ചെയ്യണം, നമ്മ ഗ്രാമിലോട്ട് മാറ്റണം. അപ്പൊ എത്ര വരും, ഇനി അതിനെ തന്നെ എന്ത് ചെയ്യണം, ഞാൻ ഇനി വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതല്ല ഇക്വേഷൻ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് ഇക്വേഷൻ. വെലോസിറ്റി എത്രയാ, 7 ആണ്. ഓക്കെ, അപ്പൊ 6 × 7 ചെയ്യുമ്പോ എത്ര വരും, 42 വരും. ഓക്കെ, 42. പിന്നെ ഇവിടെ 4 പൂജ്യം ഉണ്ടാകും, എന്ത് ചെയ്താൽ മതി, വെറുതെ എടുത്ത് എഴുതിയാൽ മതി. യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടാ. ഓക്കെ, അവർ രണ്ടുപേരെ മൊമെന്റം കണ്ടുപിടിച്ച് വെറുതെ വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മൊമെന്റം ഓഫ് എ ബോഡി. ഓക്കെ, ഒരു ബോഡിയുടെ മൊമെന്റം കണ്ടുപിടിക്കാനാണ് പറയണത്. ഓക്കെ, നമ്മുടെ ഇതില് മൊമെന്റം മാത്രമേ ഉള്ളൂ തോന്നണം അല്ലേ. ഏറ്റവും കൂടുതൽ മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മൊമെന്റത്തിന്റെ ഭാഗത്ത് നിന്ന്. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റ് ദ മൊമെന്റം ഓഫ് എ ബോഡി മാസ് 200 kg. അപ്പൊ 200 kg ഉള്ള ഒരു ബോഡി എന്താണ്, അതിന്റെ മൊമെന്റം കണ്ടുപിടിക്കാൻ പറയണം. മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ്, വെലോസിറ്റി എത്രയാ, 16 മീറ്റർ/സെക്കൻഡ്. അപ്പൊ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ച്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസ് എത്രയാണ്, 200 കിലോഗ്രാം ആണ്. ഇതിനെന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ആദ്യം നമുക്ക് എന്ത് ചെയ്യാ, ഇത് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്തേ. ഇതും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് മാസ് കിട്ടിയ എത്രയാണ്, 200 കിലോഗ്രാം ആണ്. അതിനെ ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഒരു വെലോസിറ്റി എന്നുണ്ടല്ലോ, എത്രയാണ്, 16 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം, എന്ത്, മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ 200 കിലോഗ്രാം ഇൻറ്റു എത്ര വരും, 16 മീറ്റർ/സെക്കൻഡ് വരും. അപ്പൊ ഇത് ചെയ്യുമ്പോ എത്രയാ വരാ, 16 × 2 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും, 32 കിട്ടും. ഓക്കെ, 32. ബാക്കി ഇവിടെ 2 പൂജ്യം ഉണ്ടല്ലോ, ആ 2 പൂജ്യത്തിന് എന്താ മതി, ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ, നമുക്ക് എന്ത് കിട്ടി, ഇവിടുത്തെ മൊമെന്റം കിട്ടി. ഓക്കെ, സിമ്പിൾ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗിവൺ ബിലോ ആർ സം ഇൻസ്റ്റൻസ്. ഓക്കെ, ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോരോ സന്ദർഭങ്ങൾ കേട്ടാ. ഓക്കെ, നമുക്ക് കുറച്ച് ഇൻസ്റ്റൻസ് തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദം ആസ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേഷ്യ ഓഫ് മോഷൻ. നമുക്ക് തന്നിരിക്കാനാണ് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിട്ട്, ഇനേഷ്യ ഓഫ് റെസ്റ്റും ഇനേഷ്യ ഓഫ് മോഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്താന്ന് പറഞ്ഞുതരാം. എന്തായിരിക്കും ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, റെസ്റ്റിൽ ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റിന് എന്ത് തന്നെയായിരിക്കുള്ള ആഗ്രഹം, വെറുതെ ഇരിക്കാൻ തന്നെ ആയിരിക്കുള്ള ആഗ്രഹം. നമ്മൾ പെട്ടെന്ന് അതിനെ മോഷനിലോട്ട് ആക്കാൻ നോക്കിയാലും, ഓക്കെ, വെറുതെ ഇരിക്കുന്ന സാധനത്തിനെ പെട്ടെന്ന് ചലിപ്പിക്കാൻ നോക്കിയാലും അതിന് എന്തായിരിക്കുള്ള ആഗ്രഹം, അതൊരു ടെൻഡൻസി കാണിക്കും. ഓക്കെ, വെറുതെ ഇരിക്കാൻ തന്നെ ഒരു ടെൻഡൻസി കാണിക്കും. നമ്മൾ നീക്കാൻ നോക്കിയാലും അവിടെ തന്നെ ഇരിക്കാനായിട്ട് എന്ത് ചെയ്യും, ഒരു ടെൻഡൻസി കാണിക്കും. അതുപോലെ തന്നെയാണ് മറ്റേ ഒബ്ജക്റ്റുകളും. ഓക്കെ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ പെട്ടെന്ന് നിർത്താൻ നോക്കിയാൽ അത് എന്ത് തന്നെ ആയിരിക്കുള്ളൂ,
അതിന് മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ടെൻഡൻസി കാണിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയാ, ഇനേഴ്ഷ്യ എന്ന് പറയും. ഓക്കെ, ഇനി ടെൻഡൻസി ടു മൂവ് ഫോർവേഡ് വെൻ എ സഡൻ ബ്രേക്ക് ഈസ് അപ്ലൈഡ്. ഒരു ഒബ്ജക്റ്റിന് മൂവ് ഫോർവേഡ്, ബസ്സിലിരിക്കാൻ നമുക്ക് ബസ്സായിട്ട് കൂട്ടാം. ബസ്സിൽ നമ്മൾ എന്ത് ചെയ്യണ്, ഇങ്ങനെ പോവുകയാണ്, കുറെ തിരക്കുള്ള ബസ്സിലൊക്കെ പോകുമ്പോ ഓക്കെ അവര് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ എന്താണ്, നമ്മ ഫ്രണ്ടിലോട്ട് പോകും അല്ലെ. ഓക്കെ, പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിക്കുമ്പോൾ എന്താ ചെയ്യും, ഫ്രണ്ടിലോട്ട് പോകും. കാരണം എന്താ, നമ്മ ബസ്സിന്റെ ഉള്ളിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബസ്സിന്റെ ഉള്ളിൽ എന്താ ചെയ്യണേ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവരെന്ത് ചെയ്യാണ്, സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താൻ നോക്കണം. ഓക്കെ, അങ്ങനെ നിർത്താൻ നോക്കിയാൽ പറ്റുമോ, ഇല്ല അല്ലെ. കാരണം എന്താ, നമ്മ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് തന്നെയായിരിക്കുള്ളൂ ആഗ്രഹം, മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ, മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ ആയിരിക്കുള്ളൂ ആഗ്രഹം. പെട്ടെന്ന് നിർത്താൻ നോക്കിയാലോ എന്ത് ചെയ്യും, സമ്മതിക്കോ, ഇല്ല. കുറച്ചുകൂടി ഒരു ടെൻഡൻസി കാണിക്കും, അങ്ങോട്ട് നീങ്ങാനായിട്ട് എന്ത് ചെയ്യും, ഒരു ടെൻഡൻസി കാണിക്കും. അപ്പൊ അതിനമ്മ എന്തെന്ന് പറയും, ഇനേഴ്ഷ്യ ഓഫ് മോഷൻ എന്ന് പറയും. ഓക്കെ, മൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി കാണിക്കുക എന്ന് പറയും ഇനേഴ്ഷ്യ ഓഫ് മോഷൻ. ഇനി അടുത്തത് ടെൻഡൻസി ടു മൂവ് ബാക്ക്വേർഡ് വെൻ എ ബസ് സ്റ്റാർട്ട് സഡൻലി. ഒരു ബസ്സിലിരിക്കുമ്പോ അല്ലെങ്കിൽ നിൽക്കുമ്പോ അത് പെട്ടെന്ന് എന്ത് ചെയ്യണ്, സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവുകയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ട് ബാക്കിലോട്ട് ആവും അല്ലെ. അപ്പൊ അങ്ങനെ ആ ബാക്കിലോട്ട് പറഞ്ഞ എന്താ, നമ്മ റെസ്റ്റിലിരിക്കുകയാണ്, നമ്മളെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ നോക്കാണ്, മോഷനിലോട്ട് ആക്കാൻ നോക്കണം. അപ്പൊ നമ്മൾ സമ്മതിക്കോ, ഇല്ല അല്ലെ. നമുക്ക് എന്തായിരിക്കുള്ള ആഗ്രഹം, റെസ്റ്റിൽ തന്നെ ഇരിക്കാനായിരിക്കുള്ള ആഗ്രഹം. അപ്പൊ കുറച്ചേരം കൂടി റെസ്റ്റ് ഇരിക്കാൻ വേണ്ടി നോക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, ബാക്കിലോട്ട് പോവാ. അപ്പൊ റെസ്റ്റ് ഇരിക്കാൻ വേണ്ടി നോക്കണേ നമ്മൾ എന്താ പറയും, ഇനേഴ്ഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ. എന്തായാലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്തിനുണ്ടാവും, എക്സാമിന് ഉണ്ടാവും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വല്ല ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.